ഓർക്കാട്ടേരി പാറോളിയില്ലം മൂകാംബിക ദേവസ്ഥാനവും ലെക്സ് വിഷൻ ഐ ക്ലിനിക്കും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറോളിയില്ലം മൂകാംബിക ദേവസ്ഥാനത്ത് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വലിയ തിരുമേനി, പാറോളിയില്ലത്ത് പത്മനാഭൻ നമ്പൂതിരിപ്പാട്, മൂകാംബിക ദേവസ്ഥാനം എന്നിവരുടെ പൈതൃക സ്മരണയ്ക്ക് മുൻപിൽ മക്കളായ പാറോളിയില്ലത്ത് വാസുദേവൻ നമ്പൂതിരി, പാറോളിയില്ലത്ത് പുരുഷോത്തമൻ ഉണ്ണി നമ്പൂതിരി, പാറോളിയില്ലത്ത് പത്മനാഭൻ നമ്പൂതിരി എന്നിവരും അതോടൊപ്പം ഡോക്ടർ വിവേകും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ക്ലിനിക്കിന്റെ ഉടമസ്ഥനായ അരവിന്ദ് എന്നിവരും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും കണ്ണട വിതരണവും നടന്നത്. പാറോളിയില്ലം മൂകാംബിക ദേവസ്ഥാനം സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഐ ക്യാമ്പാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിൽ നേത്ര പരിശോധനയെ പറ്റിയുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഇത്തരം ക്യാമ്പുകൾ വഴി ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു തവണയെങ്കിലും നമ്മളൊരു നേത്ര വിദഗ്ധനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം, പല അസുഖങ്ങളും നമുക്ക് എത്രയും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് അതിനുള്ള ചികിത്സാ ചെലവും കുറവായിരിക്കും, അതിനുള്ള കാഴ്ച നിലനിർത്താനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഷുഗറും പ്രമേഹം, കണ്ണിന്റെ പ്രഷർ, അങ്ങനെ ഗ്ലോക്കോമ, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് എത്രയും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ മിക്കവാറും നമ്മൾ ക്ലിനിക്കുകളിൽ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ വളരെ വൈകിട്ടായിരിക്കും പേഷ്യൻസ് നമ്മളെടുത്ത് വരിക. അപ്പം നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റും ആ സമയത്ത് വളരെ പരിമിതമായിരിക്കും. അപ്പം ഇത്തരം ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ആൾക്കാരെ എത്രയും നേരത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മൾ തിമിര നിർണയ ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റ് കണ്ണിന്റെ ഞരമ്പിന് സംബന്ധമായ രോഗങ്ങളും അതിനുള്ള ചികിത്സയുമാണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് അവിടുന്ന് മറ്റ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ അന്ധകാരത്തിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന് ഇന്നത്തെ ആധുനിക രീതിയിലുള്ളതായ ചികിത്സാ പദ്ധതി ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം എന്ന് മാത്രം പറഞ്ഞുകൂടാ, ഡോക്ടറെ, അച്ഛൻ, അമ്മ, അതുപോലെ ആ ഫാമിലി മൊത്തം, അതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്നതായ സഹപ്രവർത്തകർ, അവരെയൊക്കെ ആ ഒരു വലിയൊരു എന്താ പറയുക, ഒരു സന്മനസ്സോടു കൂടി ഇതിനായിട്ട് വന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത് നമ്മുടെ ഇല്ലത്തിന്റെയും കൂടി ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനു മുമ്പേ അത്യാവശ്യം ചില ക്യാമ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് പാറോളിയില്ലത്തിന്റെ ഈ ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് താന്ത്രികാവകാശമുള്ളതും അതേപോലെയുള്ളതായ ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ രോഗം നിർണയം, ഡോക്ടർ പറഞ്ഞ പോലെ രോഗം വരുന്നതിന് മുമ്പേ രോഗം വരാതിരിക്കാനുള്ളതായ സംവിധാനങ്ങൾ, ഇപ്പം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, അതേപോലെ ദിനചര്യ ഇത്യാദി വിഷയങ്ങളാണ്. രോഗം വന്ന് ചികിത്സിക്കാളും കൂടുതലായിട്ട് രോഗം വരാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം, അതിനെ പറ്റിയിട്ടുള്ളതായ ചില ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ വളരെ വിജയത്തോടു കൂടി തന്നെയാണ് ഉണ്ടായത്. ഏകദേശം ഇതിപ്പം 3ാമത്തെ ഒരു ക്യാമ്പാണ്. കണ്ണ് പ്രധാനമായ ഒരു സാധനമാണ്. കണ്ണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പുറമേ ഉള്ള കണ്ണ്, ആ പുറമുള്ള കണ്ണ് കൊണ്ട് നമുക്ക് സാധാരണ നിലയ്ക്ക് എല്ലാം കാണാൻ കഴിയും. പക്ഷേ മനുഷ്യന് ഒരു അകക്കണ്ണ് എന്ന് പറയുന്നതായ ഒരു സാധനമുണ്ട്. ആ അകക്കണ്ണുള്ളത് കൊണ്ടാണ് ഡോക്ടറും ഫാമിലി ഈ ഒരു സതുദ്യമത്തിലേക്ക് മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും ആ തിരക്കുകളൊക്കെ ഒഴിവാക്കി വെച്ചതിലേക്ക് ആ ഫാമിലി തന്നെ പങ്കെടുക്കാനും ചെയ്യാമെന്നുള്ളതായ ഒരു വലിയൊരു കാര്യം പറയാനുള്ളതായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവകാരുണ്യ പ്രവർത്തനം പോലുള്ളതായ വിഷയങ്ങൾ അകക്കണ്ണ് തുറന്ന് പ്രവർത്തിക്കാനുള്ളതായ ഒരു അവസ്ഥയും കൂടിയാണ്. അകക്കണ്ണ് തുറന്നാലല്ലേ പുറം കണ്ണിൽ വെളിച്ചം ഉണ്ടാവുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുന്നു. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ കാലിന് വയ്യാത്ത, നടക്കാൻ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക് ഈ ദേവസ്ഥാനത്തിന്റെ പേരിൽ വാക്കർ കൊടുക്കുകയും വീൽ ചെയർ കൊടുക്കുക, അതേപോലെ വാട്ടർ ബെഡ്, അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഏകദേശം 5 വർഷത്തിനുള്ളിലായിട്ട് 3-4 ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജീവകാരുണ്യമാണ് ഏറ്റവും വലിയ, ഇവിടെ തന്നെ പാറോളിയില്ലത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ജീവകാരുണ്യമാണെങ്കിലും അതിനേക്കാൾ മനുഷ്യനെ അനുഭവിക്കുന്നതായ പ്രയാസങ്ങളെ നമ്മുടെ പ്രയാസങ്ങളായി കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ളതായ ഒരു മനസ്സ് അടുത്ത പരമ്പരയ്ക്കും ഉണ്ടാവണേ എന്നുള്ളതായ ഒരു പ്രാർത്ഥനയും അതിനുള്ളതായ ഒരു നിർദ്ദേശവും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഏതായാലും ഇതിനോട് സഹകരിക്കുന്നതായ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ.